മാർച്ച് 26. ഇന്ന് നാം ചിന്തിക്കേണ്ട വിഷയം നമുക്ക് ധ്യാന വിഷയമായി നൽകിയിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 60 മുതൽ 66 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഈ തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് പറയുന്നത് നിത്യജീവന്റെ വചനങ്ങളെ കുറിച്ചാണ്. നിത്യജീവന്റെ വചനങ്ങളെ കുറിച്ച് ഈശോ സംസാരിക്കുമ്പോൾ ശിഷ്യന്മാർ പറയുന്നുണ്ട്, ഈ വചനം കഠിനമാണ്, ഇത് ആർക്ക് ഗ്രഹിക്കാൻ കഴിയും? പലരും ഈശോയുടെ ആ വചനങ്ങൾ കേട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ ഈശോ ചോദിക്കുന്നുണ്ട്, നിങ്ങളും പോകുന്നില്ലേ? അപ്പോൾ പത്രോസ്ലീഹ പറയുന്നുണ്ട്, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലാണല്ലോ. ഈശോ പറയുന്നു, വചനം ആത്മാവും ജീവനുമാണ്. ആ പത്രോസ്ലീഹ തിരിച്ചറിഞ്ഞ നിത്യജീവന്റെ വചനങ്ങളെ കുറിച്ചാണ് ഈശോ ഇന്ന് ഈ വചനഭാഗത്തിലൂടെ നമ്മളോട് പറയുന്നത്. നമ്മൾ തിരുവചനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു വിശുദ്ധമായ ജീവിതം നയിക്കുവാനും അങ്ങനെ ആ നിത്യജീവൻ സ്വന്തമാക്കുവാനും ഈ തിരുവചനം 6-ാം അധ്യായത്തിൽ ഈശോ പറയുന്നുണ്ട്. മുമ്പ് പറയുന്നത് ജീവന്റെ അപ്പത്തെക്കുറിച്ചാണ്, പിന്നെ പറയുന്നതാണ് ജീവന്റെ വചനത്തെക്കുറിച്ച്. ഈ വചനഭാഗങ്ങളെല്ലാം ഈ ഭാഗങ്ങൾ ഗ്രഹിക്കുവാൻ ശിഷ്യന്മാർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ശിഷ്യന്മാരുടെ ആ ബലഹീനത മനസ്സിലാക്കിക്കൊണ്ട് ഈശോ അവർക്ക് വചനത്തെക്കുറിച്ച് കൂടുതൽ ആത്മാവും ജീവനുമാണ്. ഈ വചനങ്ങൾ മനസ്സിലാക്കി ജീവിക്കുമ്പോൾ നമ്മൾ നിത്യജീവൻ സ്വന്തമാക്കുകയാണ്. ഈ കാലയളവിൽ നമ്മുടെ വലിയ നോമ്പ് ആചരണത്തിലൂടെ നാം കടന്നു പോവുകയാണ്. നോമ്പിന്റെ ഏതാണ്ട് പകുതി ദിനങ്ങൾ നാം പിന്നിട്ട് കഴിഞ്ഞു. ഇനിയും വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഓരോ നോമ്പുകാലവും നമ്മെ അനുസ്മരിപ്പിക്കുന്നത് നമ്മുടെ ജീവിത നവീകരണമാണ്. ഈ ജീവിത നവീകരണത്തിലൂടെ നാം യേശുവിനെ സ്വന്തമാക്കണമെന്നും തിരുവചനങ്ങൾ സ്വന്തമാക്കണമെന്നും ഈശോ ആഗ്രഹിക്കുന്നു. ഈശോയുടെ ജീവിതവും മരണവും പീഡാസഹനവും ഉത്ഥാനവുമെല്ലാം നമ്മെ ഈ കാലയളവിലൂടെ നാം ചിന്തിക്കുമ്പോൾ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വേദനകളും പ്രയാസങ്ങളും കുരിശുകളുമെല്ലാം ഈശോയുടെ വചനത്തോട് ചേർത്ത് വെച്ച് നാം ജീവിക്കുമ്പോൾ നമുക്കും നിത്യജീവൻ സ്വന്തമാക്കാൻ കഴിയുമെന്നും ആത്മാവും ജീവനുമാണ് വചനമെന്നും. അപ്പം നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണം കൂടിയാണ് തിരുവചനം. അപ്പം നമ്മുടെ ജീവന് ആവശ്യമാണ് വചനങ്ങൾ. ഇതെല്ലാം സ്വന്തമാക്കിക്കൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ് തിരുവചനത്തിലൂടെ. ഈ വചനങ്ങൾ ഓരോ ദിവസവും ധ്യാനിക്കുവാനും പറയെ തകർക്കുന്ന കൂടമാണ് വചനം. അപ്പം നമ്മുടെ ആത്മാവിൻ്റെ അന്തർഗതങ്ങളെ വിവേചിച്ചറിയുവാൻ ഉതകുന്നതാണ് തിരുവചനം. പൗലോസ്ലീഹ പറയുന്നുണ്ട്, വചനം ആത്മാവിൻ്റെ വചനം നമ്മുടെ അന്തർഗതങ്ങളെ തിരിച്ചറിയുന്നു എന്ന്. ആ ആത്മാവും ജീവനുമായ വചനം, ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള തിരുവചനം, ആ വചനം സ്വന്തമാക്കിക്കൊണ്ട് മലയിൽ ഉയർത്തിയ പട്ടണം പോലെ, പീഠത്തിൽ കത്തിച്ച വിളക്ക് പോലെ, നീർച്ചാലിനടിയിലെ നട്ട വൃക്ഷം പോലെ ഓരോ ക്രൈസ്തവനും സ്ത്രീകളായി നമുക്കും നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബ ജീവിതത്തെ മനോഹരമാക്കുവാനും നമ്മുടെ ജീവിതം ഈശോയ്ക്ക് മാത്രം വേണ്ടിയുള്ളതാണെന്നുള്ള തിരിച്ചറിവിലൂടെ സ്വർഗം സ്വന്തമാക്കുവാനും ഈ തിരുവചന ഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതിന് നമുക്ക് ഈ നോമ്പുകാലം ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.